എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം അതിൻ്റെ 10-ാമത് വചനം ഇങ്ങനെ വായിക്കുന്നു: അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു എന്നുള്ള വാക്കാണ്. ദൈവത്തിൻ്റെ ആലോചനകൾക്ക്, ദൈവത്തിൻ്റെ വാക്കുകൾക്ക് ചെവി തുറക്കുവാനും അത് കേൾപ്പാനും അതിനനുസരിച്ച് നമ്മെ തന്നെ ക്രമപ്പെടുത്തുവാനും തയ്യാറാകേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതലുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ സഭകൾക്കുള്ള ദൂതുകൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. 7-ാം വാക്യവും 11-ാം വാക്യവും 17-ാം വാക്യവും 29-ാമത് വാക്യവും നാം ശ്രദ്ധിച്ചു നോക്കണം. എഫെസോസിലെ സഭയോട് പറയുമ്പോൾ പറയുന്നത് ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നാണ്. അത് തന്നെയാണ് സ്മുർണ സഭയോടും പെർഗമോ സഭയോടും തുയത്തേര സഭയോടും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ. ചെവി ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾപ്പീൻ എന്ന പദമാണ്. വീണ്ടും നാം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോഴും 6, 13, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ സർദീസിലെ സഭയോടും ഫിലദെൽഫ്യ സഭയോടും ലവോദിക്യ സഭയോടും പറയുന്നതായ ദൂതുകൾക്കും കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന വാക്കുകൾ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്ന പദമാണ്. ഇവിടെ സഭയ്ക്ക് അല്ലെങ്കിൽ സഭാംഗങ്ങൾക്ക് കേൾവിയില്ലാത്തവരാണ്, ചെവി ഇല്ലാത്തവരാണ് എന്ന അർത്ഥമല്ല. പലപ്പോഴും കേൾക്കേണ്ടതിനെ കേൾക്കുവാനും ആ നിലകളിൽ അതിനെ അംഗീകരിപ്പാനും പ്രവർത്തിപ്പാനും മനസ്സ് കാണിക്കാതെ പോകുമ്പോൾ ദൈവം പറയുന്നത് ദൈവത്തിൻ്റെ വാക്കുകളും ദൈവത്തിൻ്റെ പ്രബോധനങ്ങളും കേട്ടനുസരിക്കുന്നെങ്കിൽ മാത്രമേ അത് നന്മയായി വരികയുള്ളൂ എന്നതാണ്. ഒരു സോദോമിൻ്റെ നാശത്തിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന അബ്രഹാമിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ട് ലോത്തിനെയും കുടുംബത്തെയും വിടുവിപ്പാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി ദൈവത്തിൻ്റെ അരികിൽ നിന്ന് വന്നിരിക്കുന്ന ദൂതന്മാർ ലോത്തിൻ്റെ വീട്ടിൽ പാർത്ത് അവിടെ നിന്ന് അവരോട് നിർബന്ധമായും പട്ടണം വിട്ടു പോകണമെന്നും പട്ടണം നാശത്തിൻ്റെ വക്കിലാണെന്നും പ്രബോധിപ്പിക്കുകയുണ്ടായി. എന്നാൽ അവരതിന് കൂട്ടാക്കായിക കൊണ്ട് യഹോവയായ ദൈവം ദൂതന്മാരോട് സംസാരിക്കുകയും ദൂതന്മാർ അവരെ കൈക്ക് പിടിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുപോവുകയും ചെയ്തിട്ട് തിരിഞ്ഞു നോക്കാതെ പോകാൻ പറഞ്ഞു. എന്നാൽ ആ പ്രബോധനം കേൾക്കാൻ മനസ്സില്ലാതെ പോയ ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കുകയും ഉപ്പുതൂണായി പോവുകയും ചെയ്ത ചരിത്രം വിശുദ്ധ ബൈബിൾ കൃത്യമായി ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രബോധനങ്ങൾക്ക് ചെവി കൊടുക്കുകയും അത് കേൾക്കുവാനും അനുസരിക്കുവാനും ഇഷ്ടം തോന്നേണ്ടതുണ്ടെന്ന് നമ്മെ കൂടി ബോധ്യപ്പെടുത്തുന്ന വാക്കുകളാണ്. നമുക്ക് ദൈവത്തെയും ദൈവശബ്ദത്തെയും ദൈവിക പ്രബോധനങ്ങളെയും കേൾക്കുന്നവർ മാത്രമല്ല, അതിനെ ഉൾക്കൊള്ളുന്നവരും അംഗീകരിക്കുന്നവരും അതിനനുസൃതമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നടത്തുന്നവരുമായി തീരേണ്ടതിന് നമുക്ക് നമ്മെ പൂർണ്ണമായി വിനയപ്പെടുത്താം, സമർപ്പിക്കാം. ആ നിലകളിൽ ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ദൈവം അതിനെ കേൾവിക്കാരെ സഹായിക്കട്ടെ. ദൈവമായ കർത്താവേ, ഈ ദൈവത്തിൻ്റെ വചനം കേട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവശബ്ദത്തിന് പ്രാധാന്യത കൊടുത്ത്
അതിനെ പൂർണ്ണമായി അംഗീകരിച്ച് അനുസരിച്ച് അതിനനുസരിച്ച് ജീവിപ്പാനുള്ള ഒരു മനസ്സും അത് കേൾപ്പാനുള്ളൊരു ചെവിയും ഞങ്ങൾക്ക് നൽകി ആ നിലകളിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.